എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനാണ് വെങ്കടേഷാണ്. വെങ്കടേഷ് പല്ലഞ്ഞത്തന്നൂരാണ്. നമ്മൾ നിൽക്കുന്നത് ശക്വനാഥപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ശിവനും പാർവതിയും കുടികൊള്ളുന്ന ഈ മഹാക്ഷേത്രത്തിൽ ഈ വരുന്ന 29-ാം തീയതിയാണ് ഭഗവാന്റെ കുംഭാഭിഷേകം നടക്കാൻ പോകുന്നത്. യാഗശാല പ്രവേശനം 26-ാം തീയതി തുടങ്ങും. ഒരുപാട് പുരാതനമായ ഒരു മഹാക്ഷേത്രമാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടവാതിലാണ്. ഭഗവാന്റെ ഈ മഹാക്ഷേത്രത്തിൽ അകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ശിവനും പാർവതിയും കുടികൊള്ളുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ തന്നെ രണ്ടാമത്തെ മഹാക്ഷേത്രത്തിൽ ഒന്നാണ്. കുംഭാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മൾക്കെല്ലാവർക്കും. ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മൂർത്തിയാണ്. അതുപോലെ തന്നെ പാർവതി ദേവി കുടികൊള്ളുന്നുണ്ട്. ഭഗവാന്റെ വലത് ഭാഗത്തായിട്ട് കിഴക്ക് ദർശനമാണ്. വലിയ മഹാക്ഷേത്രമാണ്. നമ്മൾ ഏകദേശം ക്ഷേത്ര നിർമ്മാണത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. ഈ ക്ഷേത്രത്തിൽ നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന 29-ാം തീയതിയാണ് ഭഗവാന്റെ കുംഭാഭിഷേകം. അതിലെല്ലാവരും ഈ മഹാകുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ എല്ലാവരും ഭഗവാന്റെ കുംഭാഭിഷേകത്തിൻ്റെ ഒരുക്കത്തിലാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ക്ഷേത്രം എല്ലാം പഴയ ക്ഷേത്രമാണ്. ഇതൊക്കെ നമ്മൾ പുതുക്കി പണിതിരിക്കുകയാണ്. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമ്മൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് മനോഹരമായി തന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രഭാരവാഹികളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരുപാട് ഭഗവാന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്.
അതായത് ക്ഷേത്രത്തിൻ്റെ അകത്തെ കന്നിമൂലയിൽ വിഘ്നേശ്വരൻ കുടികൊള്ളുന്നുണ്ട്. ചെറിയൊരു ശ്രീകോവിലാണ്. വലിയ മഹാക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ. ഭഗവാന്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അപ്പോൾ ഈ വരുന്ന 29-ാം തീയതി നടക്കാൻ പോകുന്ന മഹാകുംഭാഭിഷേകത്തിൽ എല്ലാവരും ഇന്ന് പങ്കെടുക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.